കുട്ടമംഗലം ഗ്രാമീണ വായനശാല വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചെയ്തു. ഇന്നത്തെ കുട്ടികളെ ജെൻസി കുട്ടികൾ എന്ന പേരിൽ തള്ളിക്കളയേണ്ടവരല്ലെന്നും അവകാശങ്ങൾക്കായി അവർ ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങുന്നത് സമൂഹം തിരിച്ചറിയേണ്ട ആഹ്വാനമാണെന്നും കെ വത്സരാജ് MLA പറഞ്ഞു. കുട്ടമംഗലം ഗ്രാമീണ വായനശാല സംഘടിപ്പിച്ച വിദ്യാഭ്യാസ അവാർഡ് വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അവകാശങ്ങൾക്കായി കുട്ടികൾ കൂട്ടായ്മയോടെ ശബ്ദമുയർത്തുന്നത് വെറുതെ നോക്കിക്കാണേണ്ട കാഴ്ചയല്ലെന്നും അവരുടെ ചിന്തകളെയും കൂട്ടായ്മകളെയും സമൂഹം ഗൗരവത്തോടെ കാണണമെന്നും MLA പറഞ്ഞു. കുട്ടമംഗലം ഗ്രാമീണ വായനശാലയുടെ ചരിത്രം ഇവിടെ ആമുഖ പ്രസംഗത്തിൽ സൂചിപ്പിക്കേണ്ടായി. 59 മുതൽ ആരംഭിച്ചതാണ്. 67 വർഷമായി ഈ വായനശാലയുടെ പ്രവർത്തനം നടക്കുന്നത്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വായനശാലകൾ വളരെ സജീവമായി പ്രവർത്തിക്കുകയും ഗ്രാമീണ മേഖലയിൽ സാമൂഹിക ജീവിതത്തിൽ നല്ലതുപോലെ ഇടപെടുകയും ചെയ്യുന്ന നിരവധി വായനശാലകളുടെ പ്രവർത്തനം എനിക്ക് നേരിട്ട് കാണാൻ അവസരമുണ്ടായി. ഇവിടെ ജനപ്രതിനിധിയായി വന്നപ്പോഴാണ് അത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഈ കയ്പമംഗലത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളെ അടയാളപ്പെടുത്തുന്നതും നിർണയിക്കുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നതിലൊക്കെ ഇത്തരം പ്രസ്ഥാനങ്ങൾക്കുള്ള പങ്ക് ചെറുതല്ല. കാരണം ഏത് ഘട്ടങ്ങളിലും ഏറ്റവും ഉയർന്ന പുരോഗമനപരമായ രീതിയിൽ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്തരം വായനശാലകൾ സമൂഹത്തിൽ എത്രമാത്രം പ്രയോജനപ്രദമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഇവിടുത്തെ കയ്പമംഗലത്തിൻ്റെ പുരോഗമന പക്ഷം സൂചിപ്പിക്കുന്നത് ഇത്തരം ഗ്രാമീണ വായനശാലകളുടെയും ക്ലബ്ബുകളുടെയും പൊതു പ്രസ്ഥാനങ്ങളുടെയൊക്കെ സജീവമായ ഇടപെടൽ അതിന് കാരണമാകുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വായനശാല പ്രസിഡന്റും എഴുത്തുകാരനുമായ ബാപ്പു വലപ്പാട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ അമൽ ടി പ്രേമൻ, 2ാം വാർഡ് മെമ്പർ ഷാജഹാൻ PS എന്നിവർ വിദ്യാർത്ഥികളെ അനുമോദിച്ച് സംസാരിച്ചു. വായനശാല സെക്രട്ടറി ജാൻസി ജേക്കബ്, വൈസ് പ്രസിഡന്റ് ബുഷ്ര സലീം, ഷറഫുദ്ദീൻ PA, സുബൈദ അബ്ദുൾ ജബ്ബാർ, NR ഖാൻ, ജൂലിയറ്റ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ SSLC, +2 പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച കുട്ടികളെയും പ്രദേശത്തെ PhD, MBA, MBBS, MA, ഇന്റർനാഷണൽ റിലേഷൻസ് എന്നീ ഉന്നത വിജയികളായ വിദ്യാർത്ഥികളെയും ആദരിച്ചു. വായനശാല നടത്തിയ വിവിധ മത്സര വിജയികൾക്ക് സമ്മാനദാനവും നൽകി. ബാലവേദി അംഗം ഷെസ പറവിന്റെ മോണോ ആക്ട് ശ്രദ്ധേയമായി. വായനശാലയുടെ ആദ്യകാല പ്രവർത്തക നഫീസ ടീച്ചറെയും മൈമൂന കുട്ടമംഗലത്തെയും ചടങ്ങിൽ ആദരിച്ചു.